ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊരു ആശയം മാറി. ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഏത് ഫീൽഡിൽ വേണമെങ്കിലും നമുക്ക്, അതായത് ഹോസ്പിറ്റലിലുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. പലർക്കും ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അവർ വിചാരം സയൻസ് പഠിച്ചാലേ എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നതാണ് എന്നതൊരു മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വർക്കിന് കയറാം. അപ്പോൾ ഇങ്ങനെ വർക്കിന് കയറി കഴിയുമ്പോൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇത് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഏതെല്ലാം തലത്തിലേക്ക് അയാളുടെ കരിയർ തിരിച്ചുവിടാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് റോൾസ് ആണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. So, healthcare കുറിച്ച് പറയുമ്പോൾ the healthcare industry offers diverse career opportunities. Hospitals require medical, administrative and technical professionals to function efficiently and growing demand for skilled workforce due to advancements in healthcare and aging population. അതായത് ഒരുപാട് വാസ്റ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പൊ നമ്മൾ പഴഞ്ചൊല്ലൊക്കെ പറയുന്ന പോലെ ഇന്നൊരു മരം നട്ട 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് പറയുന്ന പോലെ, നിങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഒരു വിത്തിൻ 5 or 10 ഒന്നും പോകണ്ട, വിത്തിൻ 5 ഇയേഴ്സിനുള്ളിൽ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയും. ആൻഡ് ഹോസ്പിറ്റൽസ് റിക്വയർ, ബിക്കോസ് ഹോസ്പിറ്റൽസ് എന്ത് റിക്വയർ ചെയ്യുന്നുണ്ട്, മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ പ്രൊഫഷണൽസിന് റിക്വയർമെന്റ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് വേക്കൻസീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അപ്കമിങ് ഇയേഴ്സിൽ ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഇവിടെ തന്നെ ഒരു 1 year 2 year എക്സ്പീരിയൻസ് ഉണ്ട്, പ്ലസ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗ്രോവിംഗ് ഡിമാൻഡ് ഫോർ സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഡ്യൂ ടു അഡ്വാൻസ്മെന്റ്സ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഏജിംഗ് പോപ്പുലേഷൻ. നമുക്കറിയാം ഇപ്പോൾ ഹെൽത്ത് കെയറിൽ നമ്മൾ മുമ്പ് ഉള്ളതിനേക്കാളും ഒരുപാട് ടെക്നോളജിയുടെ വളർച്ചയുണ്ട്. ടെക്നോളജി വളരെ അഡ്വാൻസ്മെന്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്കിൽഡ് വർക്ക് ഫോഴ്സിനെയാണ് എല്ലാ ഹെൽത്ത് കെയറും ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു കോഴ്സ് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് +2 കഴിഞ്ഞത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല കരിയറിൽ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം, സ്കില്ല് കൂടി വേണം. അപ്പോൾ ഈ സ്കില്ല് വളർത്തിയെടുക്കേണ്ടത് അത് പഠിക്കുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളിപ്പോൾ ഏത് കോഴ്സ് പഠിച്ചോ, ചിലർ പറയും ഞാൻ ഇത് പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങളത് പഠിച്ചിറങ്ങിയത് കൊണ്ട് മാത്രം, ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയത് മാത്രം നമുക്ക് ജോബ് കിട്ടില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ അതിനുമേൽ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ എങ്ങനെ അപ്പ് സ്കിൽ ചെയ്യുന്നു, അവിടെയാണ് നിങ്ങൾക്ക് ജോലി സാധ്യത ഉള്ളത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് കമ്പനികൾക്ക് ആവശ്യം, ഹോസ്പിറ്റൽസിന് ആവശ്യം. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പ് സ്കിൽ ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റൽ ഈ ഒരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ച് എക്സ്പാൻഡ്, അതായത് കുറച്ചുകൂടെ റെഡി ആവാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ അപ്പ് സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബാക്കി അതിനും ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാം, എക്സൽ പഠിക്കാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷൻസ് പഠിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അത്തരത്തിലൂടെ സൈഡായിട്ട് നിങ്ങളുടെ സ്കിൽ അപ്പ് സ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള എല്ലാ ഫീൽഡിലേക്കും നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു നോൺ മെഡിക്കൽ ഫീൽഡിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഹോസ്പിറ്റലിലെ ഒരു വോൾ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ആൻഡ് ഓപ്പറേഷൻസ് മാനേജർ, ഡെയിലി ഓപ്പറേഷൻസ്, ഒരു ഹോസ്പിറ്റലിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് ഡെയിലി നടക്കുന്നുണ്ടോ, ഓപ്പറേഷൻസ് പറഞ്ഞാൽ സർവീസസ് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഓപ്പറേഷൻസ് മാനേജർ എന്ന് പറയാം. അതൊരു ഹൈ പ്രൊഫൈൽ ജോബാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസർ, ദാറ്റ് മീൻസ് MR ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ്. മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ഡോക്യുമെന്റേഷൻ, ബിൽ ഒക്കെയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറാണ് ഈ ഒരു ജോബ് വരുന്നത്. HR എക്സിക്യൂട്ടീവ്, നിങ്ങൾക്കറിയാം ഒരു ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ HR എന്ന് പറഞ്ഞ റോളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ അവർ ഹയർ ചെയ്യുന്ന ഓരോ ആളുകളാണ് ആ ഹോസ്പിറ്റൽ റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ളതും അത്രയും സ്കില്ലായിട്ടുള്ളതും ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നതും അഡീഷണൽ ആയിട്ടുള്ള അപ്സ്കില്ലിംഗ് ഒക്കെ നടത്തിയ ആളുകൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ജോബ്
നമുക്ക് കയറാനും അതുപോലെ സർവീസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ HR ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലിന് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പ് സ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അതായത് റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ മാത്രമല്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയർ റിസപ്ഷനിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരുപാട് ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഓഫീസ് മാനേജർ ലെവലിലേക്കൊക്കെ നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാം. ദെൻ പബ്ലിക് റിലേഷൻ ഓഫീസർ, അതായത് PRO എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് പ്ലസ് പബ്ലിക് റിലേഷൻസ് ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ CSR ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഈ PRO എന്ന് പറയുന്നത്. പോരാത്തതിന് ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആയിട്ട് കറക്റ്റ് നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്ത് പോവുകയും നമ്മൾ ഇതിലൂടെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന റോൾസ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹോസ്പിറ്റലിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇനി വരാൻ പോകുന്ന ഒരു 10 years കൊണ്ട് ഏറ്റവും ഗ്രോ ചെയ്യാൻ പോകുന്ന, ഏറ്റവും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുമ്പ് നിങ്ങൾക്കറിയാം ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബ് റോൾ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പം ഇത് വളരെയധികം ആളുകൾ നോക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, കയറാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ്. ഇതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ ഇപ്പം ഇല്ലാത്തതും എന്നാൽ അന്നേരം ആവശ്യമുള്ളതായിട്ട് വരുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കരിയറിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എമർജിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞെടുത്ത് അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ആവശ്യകത ഉണ്ടാകുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ്. അതൊരു ജോബ് റോളാണ്. അപ്പോൾ ഇത് പഠിച്ചിറങ്ങിയിട്ട് ആ രീതിയിൽ അത്യാവശ്യം സ്കിൽഡുള്ള ആളാണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോബ് റോളിലേക്ക് കയറാം. അതുപോലെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഇപ്പോൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ. ഇതൊരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഒരാൾ, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഉണ്ടാവും, ക്വാളിറ്റി മാനേജർ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു അപ്സ്കിൽ ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും ഈ ഒരു ജോബ് റോള് വരുന്നത്. നെക്സ്റ്റ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്. ആക്ച്വലി ഇത് ഇപ്പോൾ തന്നെ ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ജോബ് റോളിലേക്ക് ഹയർ ചെയ്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു അപ്കമിങ് വരുന്ന ഒരു എമർജിങ് ട്രെൻഡായിട്ട് ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരു ജോബ് റോളാണിത്. അതുപോലെ ടെലിമെഡിസിൻ കോർഡിനേറ്റർ. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡോക്ടർ നമ്മൾ ഡയറക്റ്റ് കാണാതെ നമ്മൾ ഡിവൈസസ് വഴി ഓൺലൈൻ വഴിയുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് ടെലിമെഡിസിനിൽ വരുന്നത്. അപ്പോൾ ഈ ടെലിമെഡിസിൻ ത്രൂ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോർഡിനേറ്റർ ആണ്. ഇപ്പോൾ ഡോക്ടർ ഒരു പേഷ്യന്റിനെ ഒരു ഫോണിലൂടെ നോക്കുന്നു, അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതുപോലെ മെഡിക്കൽ എന്തൊക്കെയാണ് മരുന്നുകൾ വാങ്ങേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഡോക്ടറും പേഷ്യന്റും ഡയറക്റ്റ് കോർഡിനേഷനാണ്, അവർ ഡയറക്റ്റ് അവിടെ സംസാരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനിടയിൽ ഒരു കോർഡിനേറ്റർ, ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആക്കാൻ ഡോക്ടർക്കും സാധിക്കും, പേഷ്യൻസിനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ടെലിമെഡിസിൻ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി, അതിനെ മാനേജ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ജോബ് റോളാണ് ടെലിമെഡിസിൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അത് രോഗികൾക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ടെലിമെഡിസിൻ എന്ന് പറഞ്ഞുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ് മാനേജർ. അതായത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മാനേജർ. അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഫീഡ്ബാക്ക്, ഇതിനെല്ലാം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനെ ഫുള്ളി മാനേജ് ചെയ്യുക, ഫീഡ്ബാക്സ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിന് വേണ്ടി മാത്രം, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാൾ, അവരെ മാനേജ് ചെയ്യുന്ന ആൾ. അതൊക്കെ ഇനി ഒരുപാട്, അത് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് ക്വാളിറ്റി ഉണ്ട്, അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ജോബ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റോളാണ് ഈ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഇയർലി എന്ത് വരുന്നുണ്ട്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയാതെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യാം, സൈഡിൽ അപ്പ് സ്കിൽ ചെയ്യും കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ ഹാക്ക് ചെയ്യാൻ, ജോബിൽ കയറാനായിട്ട് സാധിക്കും.
ദെൻ കരിയർ ഗ്രോത്ത് ആൻഡ് സ്കോപ്പ്, ഹൈ ഡിമാൻഡ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹോസ്പിറ്റൽ. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പബ്ലിക് ഹോസ്പിറ്റൽസിലും ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുക അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൈ ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ അത് ഒന്നും കൂടി കൂടും. ദെൻ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്, GCC കൺട്രീസ്, അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ്, UK, കാനഡ, അവിടെയൊക്കെ എന്തുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ UK-യിലും കാനഡയിലൊക്കെ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ ആദ്യം കയറുന്നത് ഈ കെയർ ഹോംസ് അവിടെയൊക്കെ ആയിരിക്കും, അസിസ്റ്റന്റ് ആയിട്ടും കെയറിംഗ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കയറുന്നത്. അതൊരു ഹെൽത്ത് കെയർ ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽസ്, ക്ലിനിക്കിലൊക്കെ പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ ജോബിലേക്ക് കയറിയ ആളുകളുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ജോബിലേക്ക് എത്തിയത് ഒരു പക്ഷെ അവർക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ആ ജോബ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് ഇവർ പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു 1 year വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തില് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ എല്ലാം എന്താണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേണ്ട, ഇന്ത്യക്ക് പുറത്ത് ജോബ് നോക്കുന്ന ആൾക്കും ഇത് പഠിച്ചത് കൊണ്ട് വളരെ യൂസ്ഫുൾ ആണ്. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇംപ്രൂവ് പ്രോസ്പെക്ടസ്. മാത്രമല്ല നിങ്ങളിത് കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് കെയറിലാണെങ്കിലും ഇപ്പൊ ഞാൻ പറയാം പുതിയ അസുഖങ്ങളാണ് അവയെ മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസ് വരുന്നു. ഇതവിടെ വർക്ക് ചെയ്യുന്ന ആളെ എല്ലാം ഇത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾ ട്രെയിനിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വളരെ നന്നായിട്ട് പിന്നീട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ഡൈവേഴ്സ് ആൻഡ് റിവാർഡിങ് കരിയർ പാത്സ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് റിവാർഡ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ കയറുന്ന ജോബ് തന്നെ നിങ്ങൾ 5 വർഷം നിൽക്കുന്നില്ല ഒരിക്കലും. നിങ്ങൾക്ക് അവിടുന്ന് പ്രൊമോഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഇത് കിട്ടിയേക്കാം, ഒരു മാറ്റം കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പ്രൊഫഷണൽസ് ആർ വൈറ്റൽ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹോസ്പിറ്റൽ നടത്തണമെങ്കിൽ ഒരു ഡോക്ടറും നഴ്സും മാത്രം പോരാ. ഓക്കെ, അത് മാനേജ് ചെയ്യാൻ കഴിവുള്ള, ഡെയിലി അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു നോൺ മെഡിക്കൽ സ്റ്റാഫ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ ആവശ്യമാണ്. അയാളില്ലെങ്കിൽ അതൊരു ഇല്ലായ്മ തന്നെയാണ്. അതിനവിടെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ സംഭവിക്കും. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും മെഡിക്കൽ സ്റ്റാഫ് മാത്രമല്ല ഒരു ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് വേണ്ടത്, ആസ് വെൽ ആസ് നോൺ മെഡിക്കൽ സ്റ്റാഫും വേണം. നെക്സ്റ്റ്, വിത്ത് ദ റൈറ്റ് സ്കിൽസ് ആൻഡ് പാഷൻ യു ക്യാൻ ഗ്രോ ഇൻ ടു ലീഡർഷിപ്പ് റോൾസ് ഇൻ ഹെൽത്ത് കെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കിൽസിനെ കൊണ്ടുപോവാണ്, കറക്റ്റായിട്ട് നമ്മൾ അതിനെ അപ്സ്കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാഷൻ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഉണ്ടാവും, ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. അതുപോലെ ലീഡർഷിപ്പ് റോൾസിലേക്ക് നമ്മൾ ഹയർ ചെയ്യപ്പെടാനൊക്കെ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പഠിച്ചിറങ്ങിയ എനിക്ക് റിസപ്ഷനിൽ മാത്രമാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ മാത്രമാണ് എന്നുള്ളതല്ല. നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ ബാക്കിലുണ്ട്. ഈ അപ്കമിങ് ഇയേഴ്സിൽ ഇത് വരാൻ പോകുന്നത് അത് തന്നെയാണ്. അത് ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വരെ ജോബ് റോൾസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ചാൻസും സ്കോപ്പൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഓൾ ഓവർ കേരള, അതുപോലെ ഇന്ത്യക്ക് പുറത്തും അതൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാനോ അതുവഴി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും.